So today we are going to discuss the short summary of World as One Economic and Cultural Unit, which is a speech by Meghnad Saha. Meghnad Sahയുടെ ഒരു സ്പീച്ചിൻ്റെ ഭാഗം നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ആയിട്ടുള്ള സമ്മറിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. So it is an excerpt from the speech of renowned astrophysicist and politician Meghnad Saha. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, അതുപോലെ തന്നെ ഒരു ജ്യോതിശാസ്ത്രജ്ഞനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഒരു ഭാഗമാണ്. ഹി വാസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് ഇൻ പാർലമെൻറ്റ് ഡ്യൂറിംഗ് ഡിസ്കഷൻസ് ഓൺ എഡ്യൂക്കേഷൻ, റെഫ്യൂജി റീഹാബിലേഷൻ, റിവർ പ്രോജക്ട്സ് ആൻഡ് ലോങ് ടേം പ്ലാൻസ്. അപ്പോൾ അദ്ദേഹം പാർലമെൻറ്റിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ പുനരധിവാസത്തെക്കുറിച്ചും നദീതട പ്ലാനുകളെക്കുറിച്ചും അല്ലെങ്കിൽ ലോങ് ടേം പ്ലാൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറായിരുന്നു. ഹി വാസ് എ സയൻറ്റിസ്റ്റ് വിത്ത് എ സോഷ്യൽ കൺസേൺ. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, പക്ഷേ സാമൂഹിക വ്യവസ്ഥതയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുതൽ നമുക്ക് വളരെയധികം കാണാൻ പറ്റും. ഹിസ് പ്രസിഡൻഷ്യൽ അഡ്രസ് അറ്റ് ദ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇൻ 1934 എക്സ്പോസ്ഡ് ഹിസ് വിഷൻ ക്ലിയർലി. 1934 അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. വളരെയധികം അദ്ദേഹത്തിൻ്റെ വിഷനൊക്കെ നമുക്ക് ക്ലിയർ ആക്കി തരും. He is an architect of river planning in India and he framed the original plan for Damodar Valley project. അപ്പോൾ അദ്ദേഹം നമ്മളെ നദി പ്ലാനിങ്ങിൽ, റിവർ പ്ലാനിങ്ങിൻ്റെ ഒരു ശില്പിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. മാത്രമല്ല ദാമോദർ വാലി പ്രോജക്റ്റ് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഹി സ്റ്റാർട്ട്സ് ഹിസ് സ്പീച്ച് ബൈ അഡ്രസ്സിങ് ഓൾ ദ സയൻറ്റിസ്റ്റ് അസംബിൾഡ് അറ്റ് ബോംബെ ആൻഡ് താങ്കിങ് ദ സിറ്റിസൻസ് ഓഫ് ബോംബെ ഫോർ ദെയർ റെഡി റെസ്പോണ്ട് ടു ദ കോൾ. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് അദ്ദേഹം സ്പീച്ച് തുടങ്ങിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തുടങ്ങുന്നത് അവിടെ കൂടിയിട്ടുള്ള ബോംബെയിൽ കൂടിയിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടും ബോംബെയിലെ പൗരന്മാരെ, അവിടെയുള്ള ആളുകളെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടുമാണ് അവരോട്. കാരണം എന്താ ചോദിച്ചാൽ അവരുടെ ഈ ഒരു ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നത് അവിടുത്തെ ബോംബെത്തെ ആളുകളാണല്ലോ. അപ്പോൾ അവരതിന് താങ്ക് ചെയ്യാണ്. ദെൻ ഹി സേസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ടൈം ടു ക്ലെയിം ഓൾ ദ റൈറ്റ്സ് ഓഫ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് ദ പബ്ലിക്. അപ്പോൾ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇനി അതിൻ്റെ എല്ലാ അവകാശങ്ങളും സ്റ്റേറ്റിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും നേടിയെടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അത്രയും അതിന് വയസ്സായി എന്നർത്ഥം. All other similar organizations in other countries of the world are enjoying it. അപ്പോൾ ഈ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ ഇതുപോലെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും പറയണം. Then he explained how our world has become a single village, the concept of global village. അപ്പോൾ ഇനി കടക്കാൻ പോകുന്നത് നമ്മുടെ ലോകം തന്നെ ഒരു ഗ്ലോബൽ വില്ലേജ്, നമ്മൾ പറയാലോ ലോകം തന്നെ ഒറ്റൊരു കുടക്കീയിൽ കൊണ്ടുവരിക, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം ഇനി പറയുന്നത്. എവ്രി വൺ ഈസ് നൗ റിയലൈസ്ഡ് ഹൗ ഹാപ്പനിങ്സ് ഇൻ ദ നൂക്ക് ആൻഡ് കോർണർ എന്നുണ്ട് ഓഫ് അവർ വേൾഡ് ഈസ് ഇൻഫ്ലുവൻസിങ് ദ ഇൻസിഡൻസ് ഇൻ അവർ കൺട്രി. അപ്പം ഈ ഒരു കറൻ്റായിട്ടുള്ള സമകാലിക സമൂഹത്തിൽ ഓരോരുത്തരും ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യ എന്നുള്ള രാജ്യത്തെ എങ്ങനെ ബാധിക്കും എന്ന് ഇപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയണം. നോക്ക് ആൻഡ് കോർണർ പറഞ്ഞാൽ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവം പോലും ഇന്ത്യയിൽ ഒട്ടാകെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. A crash in Wall Street in New York leads to strike in Bombay mills and unemployment in Britain leads to fall in the price of jute in Bengal. അപ്പം ന്യൂയോർക്കിൽ ഒരു വാൾ സ്ട്രീറ്റിൽ എന്തെങ്കിലും ഒരു ക്രാഷ് നടന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ബോംബെയിലെ മിൽസിന് അത് സ്ട്രൈക്കിലോട്ട് നയിക്കുന്നു പറയാണ്. പിന്നെ ബ്രിട്ടനിലെ തൊഴിലില്ലായ്മ ഒരു പക്ഷേ ഇന്ത്യയിലെ ബംഗാളിലെ ജൂട്ടിൻ്റെ വില കുറക്കാൻ കാരണമാവും. അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നടക്കുന്ന ഒരു കാര്യമാണ് ബംഗാളിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ലോകം ഒരു കുടക്കീഴിൽ വന്നിട്ടുണ്ട് എന്ന് പറയാണ്. എ പ്രോസ്പെറസ് ഇയർ ഇൻ ഇന്ത്യ ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് കൺസംഷൻ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഇന്ത്യയിൽ വളരെ ഒരു സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഗുഡ്സിനെ, അതായത് വിദേശ വസ്തുക്കളുടെ ഉപയോഗം കൂടുതലുള്ള ഒരു സമയമെന്നർത്ഥം. അതായത് That means when Indians have a prosperous year, they will increase the consumption of foreign goods. അതായത് ഇന്ത്യക്കാർക്ക് ഒരു നല്ലൊരു ഇയർ ആണെച്ചെങ്കിൽ, അതായത് അവരുടെ ആ ഒരു ജീവിത രീതികളും കാര്യങ്ങളൊക്കെ നല്ല പ്രോസ്പെറസ് ആണ്, നല്ല സന്തുഷ്ടമാണ് എങ്കിൽ അവരെന്ത് ചെയ്യും, അവർ വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന സാധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കും. അതായത് നമ്മൾ അത്രയ്ക്കും മറ്റു രാജ്യങ്ങളോട് കൂടുതൽ കണക്റ്റഡ് ആണ് എന്നാണ് ഇവിടെയും കാണിക്കുന്നത്. സോ ഹി സേസ് ദാറ്റ് അവർ കൺട്രി ഈസ് മോർ കണക്റ്റഡ് ടു അതർ നാഷൻസ്. Therefore, the rulers of the countries cannot persist in the Olympian attitude towards other nations. അതുകൊണ്ട് തന്നെ
ദ റൂളേഴ്സ് ഓഫ് ദ കൺട്രി, നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾക്ക് ഒരിക്കലും തന്നെ ഒളിമ്പ്യൻ ആറ്റിറ്റ്യൂഡ് തുടർന്നുകൊണ്ട് പോകാൻ പറ്റൂല. അതായത് ഒളിമ്പ്യൻ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് അതർ നാഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മളുടെ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോവുക, സ്വന്തം കാര്യം സിന്ദാബാദ് പറയുന്ന പോലെ. അങ്ങനെ ആ ഒരു ഒളിമ്പ്യൻ ആറ്റിറ്റ്യൂഡ് നടക്കില്ല, അങ്ങനെ ഒരു പോകാൻ പറ്റൂല എന്ന് പറയാണ്. കാരണം എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. ഇൻസ്റ്റെഡ് ദേ മസ്റ്റ് ബിക്കം എർത്ത് വൈഡ് ഇൻ ദെയർ ഔട്ട്ലുക്ക്. ഇൻ ദെയർ ആണ് അയ്യുള്ള. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ അവരൊന്നും കൂടി വൈഡാവുകയോ വിശാലമാവുകയാണ് വേണ്ടത് അതിന് പകരം. ബട്ട് അക്കോർഡിംഗ് ടു ഹിം ദിസ് ഈസ് പ്രിവെൻറ്റഡ് ബൈ ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ നാഷൻ വൈഡായിട്ട് വേൾഡ് വൈഡായിട്ട് നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് വർദ്ധിക്കണമെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അത് ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാൻ. സഹ സേസ് ദാറ്റ് അവർ കറണ്ട് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സ്റ്റിൽ ഫോളോയിങ് ദ ഓൾഡ് ഫോർമാറ്റ്സ് ആൻഡ് കരിക്കുലം which is not capable of bringing the human beings into the influencing power of science. അപ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി ഫോളോ ചെയ്യുന്നത് പഴയ ഫോർമാറ്റും പഴയ കരിക്കുലൊക്കെയാണ്. വിച്ച് ഈസ് നോട്ട് കാപ്പബിൾ ഓഫ് ബ്രിങ്ങിങ് ദ ഹ്യൂമൻ ബീങ്സ് ഇൻ ടു ദ ഇൻഫ്ലുവൻസിങ് പവർ ഓഫ് സയൻസ്. അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു സയൻസിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് കീഴിൽ ഒരിക്കലും തന്നെ ഈ തരത്തിലുള്ള വിദ്യാഭ്യാസം ആളുകൾ കൊണ്ടുവരുന്നില്ല. അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം സയൻസിനെ കറക്റ്റ് ഉപയോഗപ്പെടുത്താൻ തക്കവണ്ണം കുട്ടികൾക്ക് നല്ലതല്ല എന്ന് പറയാണ്. പിന്നെ ദ റിസൾട്ട് ഓഫ് ദിസ് ഇസ് ഡിസാസ്റ്ററസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ദോസ് ഹൂ ആർ റൂളിങ് ദ നാഷൻ ആർ മോസ്റ്റ്ലി മെൻ വിത്ത് എ റിജിഡ് ഔട്ട്ലുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മിക്ക രാജ്യങ്ങളെയും നയിക്കുന്നത് റിജിഡ് ആയിട്ടുള്ള ഔട്ട്ലുക്കുള്ള, അതായത് വളരെ ഇടുങ്ങിയ ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണ്. ദേ ആർ അൺഫിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ട്രബിൾസ്. ഒരു പക്ഷേ അവർക്കിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒന്നും തന്നെ അത്രയ്ക്ക് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സംടൈംസ് ദേ ആർ നോട്ട് ഈവൻ ഏബിൾ ടു അനലൈസ് ദ കൺസേൺസ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇഷ്യൂസ്. ഒരു പക്ഷേ ചില സമയങ്ങളിൽ അവർക്ക് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒന്നും തന്നെ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും കഴിയുന്നില്ല. മാത്രമല്ല ആൻഡ് അണേബിൾ ടു ഹോൾഡ് ഔട്ട് എനി പ്രോഗ്രാം ഓഫ് റീകൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ഷൻ്റെ ഒരു പ്രോഗ്രാമിനും മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യുക, വീണ്ടും കെട്ടിപ്പടുത്ത് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനവർക്ക് കഴിയുന്നില്ല. ദ പ്രോഗ്രാംസ് ഓഫ് റീകൺസ്ട്രക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കൺട്രി. ഏതൊരു കൺട്രിക്കാണെങ്കിലും റീകൺസ്ട്രക്ഷൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ദോസ് ഹു ആർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ കൺട്രി ആർ നോട്ട് ഏബിൾ ടു അണ്ടർടേക്ക് എനി റീകൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആൻഡ് ടു അനലൈസ് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ടു ആക്ട് അക്കോർഡിംഗ്ലി, ദ റിസൾട്ട് ഓഫ് ദിസ് ഈസ് ഇൻ അവർ കൺട്രീസ് കോമ്പറ്റേറ്റീവ് കമ്മ്യൂണലിസം. അപ്പോൾ നമ്മുടെ സഹ പറയാണ്, വെൻ ദോസ് ഹു ആർ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആർ നോട്ട് ഏബിൾ ടു അണ്ടർടേക്ക് എനി റീകൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആൻഡ് ടു അനലൈസ് ദ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. അതായത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു റീകൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എങ്കിൽ, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല എങ്കിൽ, നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് കമ്മ്യൂണലിസമാണ്. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ അറിയാലോ, വർഗീയത. കമ്മ്യൂണലിസം ആക്ട് ആസ് ആൻ ഒബ്സ്റ്റക്കിൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോഗ്രസ് ഓഫ് നാഷൻ. ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്കും വികസനത്തിനും ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ കമ്മ്യൂണലിസമാണ്. ദിസ് വിൽ ആൾസോ ലീഡ്സ് ടു എ കോമ്പറ്റേറ്റീവ് നാഷണലിസം എമംഗ് ദ ഫ്രീ നാഷൻസ്. ഇനിയിപ്പോൾ ഇന്ത്യയിലല്ല വേറെ ഏതെങ്കിലും ഫ്രീ നാഷൻസിൻ്റെ ഇടയിൽ ആ കാര്യമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ദേശീയതയിലോട്ടാണ് നയിക്കുന്നത്. ഇനി സഹ സേസ് ദാറ്റ് അവർ ഇക്കണോമിക് ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡീസ് ഷോ ദാറ്റ് ദ വേൾഡ് ഹാസ് റിസോഴ്സസ് ഇനഫ് ഫോർ ഓൾ എന്നാണ് for her all population only if there is a rational program of production and a program of judicious and equitable distribution. അപ്പോൾ സഹ പറയാണ്, എക്കണോമിക് ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡീസ്, ഇപ്പോഴത്തെ എക്കണോമിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസൊക്കെ പറയുന്ന പ്രകാരം ഈ ലോകത്തിലെ എല്ലാ ആളുകൾക്കും എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ഈ ഭൂമിയിലുണ്ട്. എങ്ങനെയാണെങ്കിൽ only if there is a rational program of production
ആൻഡ് എ പ്രോഗ്രാം ഓഫ് ജുഡീഷ്യസ് ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. വളരെ യുക്തിപരമായിട്ടുള്ള ഒരു പ്രൊഡക്ഷന് പ്രോസസ്സ്, അതുപോലെ തന്നെ വളരെ നീതിയുക്തമായിട്ടുള്ള എല്ലാവർക്കും എത്തത്തക്ക രീതിയിലുള്ള ഒരു വിതരണ സംവിധാനം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എല്ലാവർക്കും എത്താൻ കണ്ടുള്ള റിസോഴ്സസ് നമ്മുടെ അടുത്തുണ്ട്. ദിസ് ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ അവർ റിസോഴ്സസ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് പറഞ്ഞിരുന്നത്, നമ്മളുടെ അടുത്തുള്ള എല്ലാ റിസോഴ്സസിനെയും വളരെ എഫക്റ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. So, then nobody should suffer from hunger and everyone can afford to have much better amenities of life. അങ്ങനെയാണെച്ചെങ്കിൽ ഒരാൾക്കും തന്നെ വിശപ്പിൻ്റെ പ്രശ്നം മൂലമോ അല്ലെങ്കിൽ അങ്ങനത്തിലൊന്നും സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് എവ്രി വൺ ക്യാൻ അഫോർഡ് ടു ഹാവ് മച്ച് ബെറ്റർ അമനിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അമനിറ്റീസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് നീഡ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടുതൽ നല്ല നല്ല ഇതായിട്ട് കിട്ടും. For this, we have to end the competition and rivalry among the nations and they should be cooperative. അപ്പോൾ ഇതിന് എന്താ നമ്മൾ ചെയ്യേണ്ടത്, രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അതല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് പരസ്പരം സഹകരണമായിട്ടുള്ള ഒരു മനോഭാവത്തിൽ അവർക്ക് വരാൻ കഴിയണം. In order to achieve this, he also suggests something else, that is politicians should hand over many of their functions to the International Board of Trained Scientific Industrialists, Economists and Eugenists. അപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്താ ചോദിച്ചാൽ, രാഷ്ട്രീയക്കാർ അവരുടെ എല്ലാ ചുമതലകളും തലയിൽ വെച്ച് നടക്കാതെ പല കാര്യങ്ങളും എന്ത് ചെയ്യണം, ട്രെയിൻഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞർക്കും സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കും യൂജിനിസ്റ്റിനൊക്കെ വിതരണം ചെയ്യണം. അതായത് അവർക്കിടയിൽ അവരുടെ ഡ്യൂട്ടി കൊടുക്കണം. യൂജിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് അധികാരമായിട്ട് പഠിക്കുന്ന ആളുകൾ. ദ പ്രൊഡക്ഷൻ ഷുഡ് ബി കൺട്രോൾഡ് ബൈ സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി സൂപ്പർവൈസ്ഡ് ബൈ ദി ഇക്കണോമിസ്റ്റ്. അപ്പം പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഈ സയൻറ്റിഫിക് ആയിട്ട് ഇൻഡസ്ട്രിയലൈസ്ഡ് ആളുകളായിട്ടുണ്ടാവും, അവർ കൺട്രോൾ ചെയ്യുക. പിന്നെ വിതരണത്തിൻ്റെ കാര്യം മൊത്തം ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞർ കൺട്രോൾ ചെയ്യുക. ദ യൂജനിക് ഷുഡ് ഡിവൈസ് മീൻസ് ഫോർ അസൈനിങ് എ ഫിക്സഡ് കോട്ട് ഓഫ് പോപ്പുലേഷൻ ടീച്ച് ജിയോഗ്രഫിക്കൽ യൂണിറ്റ്. ഇനി യൂജനിക്സ് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയക്കും ഇത്ര പോപ്പുലേഷൻ ഇത്ര ഏരിയയിൽ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫിക്സ് ചെയ്യാൻ കഴിയണം. Saha says that it may seem impossible, but it is possible with a new educational program which is thoroughly revised. നമുക്ക് തോന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, ഇങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് വളരെ നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വിദ്യാഭ്യാസ രീതിയോടുകൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കിതൊക്കെ സാധിക്കും. According to him, a new educational policy should be revised by World's Congress of foremost thinkers like a person, Einstein, Russell. അപ്പോൾ അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷണൽ ഒരു നല്ല ലോകത്തിലെ തന്നെ മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് ചിന്തകരും ശാസ്ത്രജ്ഞരും ഒക്കെ ഉണ്ട്. ഐൻസ്റ്റീന്, റസലിന്, ബഗ്സിനെ പോലെയുള്ള അവരൊക്കെ നല്ല രീതിയിൽ ഇരുന്നിട്ട് ഒരു നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ മികച്ചതായിരിക്കും. He says that the joy of life for the grown-up man is not in designing means for the exploitation and plunder of other community. അത് അദ്ദേഹം പറയാണ്, വളർന്നു വലുതായി വളരെ അഡൾട്ടായിട്ടുള്ള ആളുകളുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ള കമ്മ്യൂണിറ്റികളെ ചൂഷണം ചെയ്യുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്യുന്നതിനുള്ള കാര്യങ്ങളും ഡിസൈൻസും പ്ലാനിങ്ങും ഒന്നും ചെയ്യുന്നതിലല്ല, മറിച്ച് ബട്ട് ഇറ്റ് ഈസ് റിയലി ലൈസ് ഇൻ അഡ്രസ്സിങ് ദെയർ നീഡ്സ്. മറിച്ച് അവരുടെ ആവശ്യങ്ങളെ അഭിമുഖീകരിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നോക്കുന്നതിലും ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ അവർ എബിലിറ്റീസ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള എല്ലാ കഴിവുകളും വികസിപ്പിച്ച ഒരു പരിപൂർണ മനുഷ്യനാവുന്നതിലുമൊക്കെയാണ് ഏറ്റവും നല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ജോയ് സന്തോഷം ഇരിക്കുന്നത് എന്ന് പറയുന്നത്.